ഫഹദ് ഫാസിൽ നായകനായി ഈ സമീപ ദിവസങ്ങളിൽ വലിയ തോതിൽ തിയേറ്റർ വിജയം നേടിയ ആവേശം എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുടെ പ്ലോട്ട് നമുക്കറിയാവുന്ന കേരളത്തിൽ നിന്ന് പോകുന്ന മൂന്ന് വിദ്യാർത്ഥികൾ അവർ ബാംഗ്ലൂരിൽ പോയിട്ട് അവിടുത്തെ ഒരു വലിയ ഗൂണ്ടാ ഗാങ്ങുമായി സൗഹൃദത്തിലാവുന്നു. അതിൻ്റെ ഒരു അങ്ങേയറ്റത്തെ സെലിബ്രേഷനിലേക്ക് പോകുന്നു. അതൊക്കെയാണ് അതിൻ്റെ കഥാപരിസരം. ആ സിനിമ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്രെൻഡുണ്ട്. അപ്പോൾ അതിലെ ഡയലോഗുകളൊക്കെ എടുത്ത് പിക്ക് ചെയ്തിട്ട് പല സ്ഥാപനങ്ങളും ഏജൻസികളും ഒക്കെ പരസ്യവാചകങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ എടാ മോനെ പോലെയുള്ള സംഗതിയും രംഗണ്ണൻ അല്ലെങ്കിൽ അണ്ണൻ മാസ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ശ്രദ്ധിക്കേണ്ട അംബാനെ. അപ്പോൾ ഈ അംബാൻ എന്ന് പറയുന്ന ക്യാരക്ടറും ഒപ്പം രംഗണ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറും ഭയങ്കരമായിട്ട് പോപ്പുലർ ആവുകയും അവരുടെ പ്രയോഗങ്ങൾ പരസ്യവാചകങ്ങളാക്കുകയൊക്കെ ചെയ്യുന്നു. പലരും പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുന്നു. സർക്കാരിൻ്റെ പല വകുപ്പുകളും ഇപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയിൽ കിടന്നു, സാമൂഹ്യനീതി വകുപ്പ്, ആരോഗ്യ വകുപ്പൊക്കെ. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടുവന്ന ഒരു കത്തോലിക്ക ബിഷപ്പ് കുട്ടികളെ ഉപദേശിക്കുകയാണ്, രംഗണ്ണൻ സിനിമ അത് കുഴപ്പമാണ്, ആവേശം സിനിമ ഒരിക്കലും കാണാൻ പാടില്ല, അത് ഭയങ്കരമായിട്ടുള്ള മോശം സംഗതിയാണ് പ്രചരിപ്പിക്കുന്നത്, മൊത്തം കള്ളുകൂടിയും ഒരു വ്യവസ്ഥയില്ലാത്ത ജീവിതമാണ്, ഇല്ലുമിനാട്ടി എന്നുള്ള വാക്ക് തന്നെ ക്രൈസ്തവ വിശ്വാസത്തിനെതിരാണെന്ന് അദ്ദേഹം പറയുന്നു. ഈ സിനിമ പ്രോത്സാഹിക്കപ്പെടേണ്ടതല്ല എന്ന അഭിപ്രായമുള്ള കുറേ പേര് ഫേസ്ബുക്കിലും ഓൾറെഡിയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ വിമർശനം വന്നപ്പോൾ സർക്കാരിന് തന്നെ ചില പ്രൊമോഷൻ പോസ്റ്ററുകൾ പിൻവലിക്കുന്നത് കണ്ടു. സിനിമ അതിൻ്റെ കണ്ടൻറ്റ് ആളുകളെ വഴിപഴപ്പിക്കുമോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ അവസാനം സംസാരിക്കുന്നത്. ഇപ്പോൾ ആവേശത്തിൻ്റെ ഈ സംഭവത്തെ മുൻനിർത്തി സാറിന് എന്താണ് തോന്നുന്നത്? ആളുകളെ നല്ല വഴിക്ക് നടത്തേണ്ട ഒരു ബാധ്യതയുള്ള ഒരു കലാരൂപമാണോ സിനിമ? അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയില്ലല്ലോ. നല്ല വഴിക്കെന്ന് വെച്ചാൽ ഏത് നല്ല വഴി? അത് സിനിമ എന്ന് പറയുന്നത് യാഥാർത്ഥ്യങ്ങളെ മുൻനിർത്തി അല്ലെങ്കിൽ സാമൂഹികമായി ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളോ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അവസ്ഥയൊക്കെ കുറിച്ച് പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ഗൗരവമുള്ള സിനിമകൾ തൊട്ട് അല്ലെങ്കിൽ ജനങ്ങളെ വിനോദിപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സിനിമകൾ പല നിലയ്ക്കും ഉണ്ടാവും, പല ക്യാരക്ടേഴ്സും ഉണ്ടാവും. വില്ലനായിട്ട് വരുന്നവൻ നായകനാവുന്ന സിനിമകൾ ധാരാളം വന്നു തുടങ്ങിയിട്ടുണ്ട്. സമാനമായിട്ട് നായകൻ വില്ലനാവുന്ന അവസാനം നോക്കുമ്പോൾ അയാൾ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾക്കും ശേഷം അയാളൊരു വില്ലനായിരുന്നു എന്ന് കാണുന്ന സിനിമകളുണ്ട്. അപ്പോൾ സിനിമകൾ പല മട്ടിലും രീതിയിലും ഒക്കെ വരും. പക്ഷേ അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ക്യാരക്ടേഴ്സിനെ എടുത്തു വെച്ച് നമ്മൾ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രൊമോഷനായാലും ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ നിഷാദി പറഞ്ഞതിനകത്ത് ഈ നമ്മുടെ സാമൂഹ്യ ക്ഷേമ വകുപ്പ് ഇറക്കിയ ഒരു സംഗതിയായിരുന്നു ഈ വിദ്യാർത്ഥികളെയും കൊണ്ട് സ്കൂളിലേക്ക് രംഗണ്ണനും വനിതാ ശിശുക്ഷേമ വകുപ്പ് രംഗണ്ണനും മറ്റേ കക്ഷിയും എന്താണ് അമ്പാരും കൂടി അങ്ങോട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ ആ സിനിമയിൽ അവരാണ് ഗൈഡ് ചെയ്യുന്നത് ഈ കുട്ടികളെ, അവരാണ് സഹായിക്കുന്നത്. അപ്പോൾ അതുപോലെ ഉണ്ടാകുന്ന നിരന്തരം മദ്യപാനവും നിരന്തരം മറ്റ് തരത്തിലുള്ള എല്ലാ പരിപാടികളും ഉണ്ട്. പക്ഷേ ആ സിനിമയുടെ പർപ്പസിലും ആ സിനിമയുടെ ഒരു വേറൊരു തരത്തിലുള്ള വിനോദത്തിൻ്റെ ഒരു സംഗതിയിലൊക്കെ അതൊന്നും നമുക്ക് ഒരു വിഷയമല്ല. അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ആവേശം കൊണ്ട് നമ്മൾ ആ സിനിമയിൽ അതൊന്നും നമ്മളെ ഒരു തരത്തിലും സദാചാരപരമായി ബാധിക്കുന്നേയില്ല. ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നില്ല ഇത്രയധികം മദ്യപിക്കുന്ന കുട്ടികളെ ഇത്രയും മദ്യപിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സിനിമയാണല്ലോ ഇത്, നമ്മൾ ഇരിക്കാൻ കാണുമ്പോൾ. ഇപ്പോൾ ഫാദർ പറഞ്ഞ പോലെയാണെങ്കിൽ നമുക്ക് ഏത് സിനിമയാണ് കാണാൻ കഴിയുകയെന്ന് എനിക്കറിയില്ല. എത്ര ചുരുക്കം സിനിമകൾ മാത്രമായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അങ്ങനെ ഒരു സംഗതിയാണ് അതിനകത്തുള്ളത്. അപ്പോൾ അത് സ്വാഭാവികമാണ്, സിനിമയിൽ അതൊക്കെ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ പണ്ടേ പറയാണ് സിനിമ കണ്ടിട്ട് ആളുകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ക്രൂരമായ സംഗതികളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കേണ്ടതാണ്. സോ അതങ്ങോട്ട് മാറ്റിവെക്കാം. പക്ഷേ ഈ മെസ്സേജ് ഉൾപ്പെടുന്ന മെസ്സേജ് പാക്ക് ചെയ്തിട്ട് നിങ്ങളൊരു സംഗതി അങ്ങോട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ശ്രമിക്കുകയാണ്, പ്രത്യേകിച്ച് ഒരു പരസ്യം അല്ലെങ്കിൽ ഒരു പ്രൊമോഷണൽ സംഗതി, അതുമല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന എന്താ പറയുക നിരുപദ്രവകരമായ അവസ്ഥയിൽ ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു സാധനത്തിന് ഇത്തരം ചില ക്യാരക്ടേഴ്സിനെ വെച്ച് ചെയ്യും. ഇപ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഇപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ട്രോൾസ് അല്ലെങ്കിൽ മീംസ് ഈ പറയുന്ന രീതിയിലൊക്കെയാണ് എല്ലാം ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ആ തലം ഇപ്പോൾ ഒഴിവാക്കാൻ ഏത് ക്യാരക്ടറിനെ പിക്ക് ചെയ്യാന്നുള്ള യുക്തി ഉപയോഗിക്കും. പക്ഷേ അത് ഈ പറയുന്ന രീതിയിൽ ഫൈനലി അത് കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് രംഗണ്ണനും ഇയാളും ആണെങ്കിൽ അത് കുഴപ്പം തന്നെയാണ്. അതല്ലാന്ന് പറയാൻ പറ്റില്ല. അതിന് തെറ്റായ മെസ്സേജ് ഡോക്ടർ CJ ജോണാണത് ഉന്നയിച്ചതെന്ന് തോന്നുന്നു. അതൊരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുക. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത് ഒഴിവാക്കേണ്ടത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അത്തരത്തിലുള്ള എന്താ പറയുക ഇതിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കാതെ ഇത് തോന്നിയെടുത്തൊക്കെ ഈ ഡയലോഗുകളും ഈ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ സ്ക്രിപ്റ്റ് റൈറ്ററോട് ചെയ്യുന്ന അനീതിയാണെന്നാണ് ഞാൻ പറയുക. അയാൾ ആ വാക്കുകളും സാധനങ്ങളും ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭത്തില്ല. പിന്നെ ചില സന്ദർഭങ്ങളിലെങ്കിലും ട്രോളുകളിൽ നമ്മളെ നമുക്ക് ഒന്നും പറയാനാവാത്ത വിധം നമ്മളെ ചിരിപ്പിക്കുന്ന രസിപ്പിക്കുന്ന സാധനങ്ങളായിട്ട് അത് വരുന്നുമുണ്ട്. അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ കുറച്ചൊക്കെ ബോറടിച്ചു തുടങ്ങി കേട്ടോ, ഉള്ളത് പറയാതിരിക്കുമില്ല. രംഗണ്ണനും മെഡാമോനെയൊക്കെ കുറേ വൈറൽ പടം വരണം, അതാണ് ഇനി അവസരം തോന്നുന്നു.
അല്ല, ഇതിനെക്കുറിച്ച് ഫഹദ് തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിനെക്കുറിച്ചല്ല, ഈ ഒരു ട്രെൻഡിനെ കുറിച്ച്. നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിൽ സിനിമ കണ്ട് തിയേറ്റർ തുടങ്ങിയാൽ അത് വിടുന്നേ, ജസ്റ്റ് ഒരു ഡ്രൈവ് ആയി കഴിഞ്ഞാൽ അതെ, അത് കഴിഞ്ഞാൽ വിടും. പിന്നെ നിങ്ങൾ എക്സാമും പരീക്ഷയും പഠിപ്പും പരിപാടികളും ജോലിയൊക്കെ ആയിട്ട് പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഫാൻസ് അസോസിയേഷൻ പോലുള്ള ഈ കാരണം കൊണ്ടാണ്. അതെ, അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എൻ്റർടൈനറാണ്. ഇപ്പോൾ ആവേശം എന്താ ചെയ്യുന്നത്? ആവേശത്തിന് ആളുകൾ ഇങ്ങനെ ഇടിച്ചു കയറുന്നതിന്, ഇങ്ങനെ ഇതേമാതിരി ഇടിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ എന്താണ്, സോഡ കുപ്പി കൊണ്ട് കുത്തിക്കൊല്ലാനും, പിന്നെ കൊന്നിട്ട് ആളെ സ്വന്തം റൂമിൽ കുഴിച്ചിടാനും, അതിലൊന്നും ആവേശം കൊണ്ടിട്ടില്ലല്ലോ. അതിലൊരു എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റ്, അതും പറയുന്ന 1.5 മണിക്കൂർ നേരം 2 മണിക്കൂർ നേരം എൻ്റർടൈൻ ചെയ്യും. ആ രണ്ട് മണിക്കൂർ നേരത്തേക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ ആ സിനിമയ്ക്ക് മറ്റൊരു സിനിമയേക്കാൾ സാധിക്കുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ പോകുന്നത്. അപ്പോൾ അതിനെ ഇപ്പം പ്രമോദ് സാർ പറഞ്ഞ പോലെ അതിലെ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും എറ്റേണലൈസ് ചെയ്യുക എന്ന് പറയുന്നത് വേറെ ഏർപ്പാടാണ്. പ്രത്യേകിച്ച് സർക്കാർ ഏജൻസി ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താ അറിയാമോ? ഇതൊരു പ്രൈവറ്റ് പ്രോഡക്റ്റ് ആണല്ലോ, അല്ലേ? ഇങ്ങനെ ഒരുപാട് ആളുകൾ സിനിമ ഇറക്കുന്നില്ലേ? അതിലൊരു സിനിമയിലെ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും 3 സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ആരോഗ്യവകുപ്പ്, ഈ പറഞ്ഞ വനിതാ MVD എടുക്കില്ല എന്ന് വെച്ചാൽ അതിൽ ടോറസിൽ ഇത് കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ പോലീസ് ഈ ഗുണ്ട നടപടിയെ പുകഴ്ത്തുന്ന പാട്ട് പോലീസ് അവരുടെ പുകഴ്ത്തുന്നതാക്കി മാറ്റിയിട്ടുണ്ട്. അടിപൊളി. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തതും കൗതുകം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ MVD എടുക്കില്ല. MVD ഇപ്പോൾ ഓരോ ആളുകളും സിനിമയെ ഓരോ മനുഷ്യരും കാണുന്നതിൻ്റെ അവരുടെ ഒരു ഫ്രെയിം ഉണ്ടാവില്ല. ഇപ്പോൾ MVDയിൽ ഒരു ഉദ്യോഗസ്ഥൻ ആവേശത്തെ കാണാൻ എങ്ങനെയാണ്? എത്ര ട്രാഫിക് വയലേഷൻ അതിലുണ്ടായി, ഗ്ലാസ് പൊട്ടിയ കോളിസ് മറ്റേ വൈപ്പർ നീക്കിക്കൊണ്ട് ഓടിക്കുന്നുണ്ട്, അതിനെത്ര ഫൈൻ ഇടാൻ പറ്റും? അപ്പോൾ ഒരു MVD ഉദ്യോഗസ്ഥന് ആ സിനിമ മൊത്തം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 50+ വയലേഷൻസ് അതിൽ ഡോക്യുമെൻ്റ് ചെയ്യാനും ഫൈൻ ഇടാനും പറ്റുന്ന വകുപ്പുണ്ട്. അപ്പോൾ ഓരോരുത്തരും സിനിമയെ കാണുന്നതിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടാവും. അപ്പോൾ MVD ഏതായാലും അത് എടുക്കില്ല. പിന്നെ വേറൊരു കാര്യം മനസ്സിലാണ്, ഈ സിനിമ ആവേശം എന്ന് പറയുന്ന സിനിമ ഓഫ് കോഴ്സ് അതിനകത്ത് വെള്ളമടിയുടെയും ക്രൈമിൻ്റെയും ആഘോഷമാണ്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ആ സിനിമ എന്താണ്? ഇതെന്തുമാത്രം അനർത്ഥമായ കാര്യമാണെന്നാണല്ലോ അങ്ങനെ സംഗതി അതിനകത്തുണ്ട്. അതുകൂടെ ഈ കുട്ടികൾ തന്നെ തിരിച്ചറിയുന്നുണ്ട് എന്തുമാത്രം അനർത്ഥമായ ഒരു പരിപാടിയിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് പഠിക്കണം എന്ന സംഗതിയിലേക്ക് അത് വരുന്നുണ്ട്. സിനിമയെ ഞാൻ ഇതിൽ ഫഹദിൻ്റെ പക്ഷക്കാരനാണ്. ഫഹദ് അമേരിക്കയിലൊക്കെ പോയി അഭിനയം പഠിച്ച് ആണ് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. സിനിമ ആ നിലക്ക് കാണുക, അതിലപ്പുറം അതിനൊരു ഹൈപ്പ് കൊടുക്കുന്ന പ്രത്യേകിച്ച് സർക്കാർ ഏജൻസികൾ, ഏതെങ്കിലും ഒരു സ്വകാര്യ ഏജൻസികൾ, ട്രോൾ ഗ്രൂപ്പുകളൊക്കെ എന്നാ ചെയ്യുന്നത് മനസ്സിലാക്കും. പക്ഷേ ഉത്തരവാദപ്പെട്ട സർക്കാർ ഏജൻസികൾ ഇതിൽ കുറച്ചും കൂടെ അതിനകത്ത് മെസ്സേജ് എന്താണെന്ന് മനസ്സിലാക്കാതെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജിന് നേരെ കോൺട്രഡിക്ടറി ആയിട്ട് ഇത് ഉപയോഗിക്കുക. അപ്പോൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അതിന് ഉതകുന്ന സംഗതികൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഒരു ട്രെൻഡിങ് സംഗതി എടുത്ത് എല്ലായിടത്തും ഫിറ്റാവില്ല, വെച്ചാൽ ഫിറ്റാവില്ല എന്ന കാര്യം ഒരു പ്രാഥമിക വ്യക്തിയിൽ മനസ്സിലാവേണ്ടതാണ്. നമുക്ക് നാളെ ഇരിക്കാം. നമസ്കാരം.